കറി ഒരു രക്ഷയില്ല. പൊളി ഐറ്റം നെയ്മീൻ കറിയാണ് കേട്ടോ. നാടൻ സ്റ്റൈലാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. ആരും വീഡിയോ മിസ്സാക്കരുത് കേട്ടോ. വീഡിയോ മിസ്സാക്കിയാൽ വൻ നഷ്ടം. മിക്സിയുടെ ജാർ എടുക്കുക. അരമുറി നാളികേരം, 10 കൊച്ചുള്ളി, പെരിച്ചീരകം 1 ടീസ്പൂൺ, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിങ്ങായിട്ട് നല്ല കട്ടിയായിരുന്ന തേങ്ങാപ്പാൽ അങ്ങോട്ട് റെഡിയാക്കി വെച്ചോളൂ കൂട്ടുകാരെ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ കണ്ടോളൂ. ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അടുപ്പ് ഓണാക്കരുതേ. ഇനി നമുക്ക് ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന നല്ല കട്ടിയായിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. അതിന് ശേഷം നല്ല പഴുത്ത തക്കാളി നോക്കിങ്ങായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തോളൂ. അതിന് ശേഷം പച്ചമുളക് പാകത്തിന്, പിന്നെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിന് ചേർത്ത് കൊടുക്കൂ. എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്തിട്ടോ, അടിപൊളിയായിട്ടാണ്. അങ്ങനെന്താ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇതാ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പിട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി വരണമെങ്കിൽ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് അത്യാവശ്യമാണ്. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തു, അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സാക്കി അതിന് ശേഷം മുളകിൻ്റെ കുത്തുന്ന ഒതുങ്ങുന്നവരെ അങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ മുളകിൻ്റെ കുത്തൊക്കെ ഒതുങ്ങിയ ശേഷം നല്ല ചൂടുള്ള വെള്ളം 2 കപ്പ് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം കൊടംപുളി ഇട്ടോ. കൊടംപുളി 3 ചോളെടുത്തു. എന്ത് ചെയ്തു? നല്ല രീതിയിൽ അങ്ങോട്ട് കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്ത് റെഡിയായി. ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം എന്ത് ചെയ്യണം? നല്ല രീതിയിലൊന്ന് തിളച്ച് മറിയട്ടെ കേട്ടോ. നമ്മുടെ ഈ കൊടംപുളിയുടെ പുളിയൊക്കെ ഇറങ്ങട്ടെ. അതിന് ശേഷം നമ്മുടെ മീനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. മീനൊക്കെ വേവാട്ടെ കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി മീൻ കറി റെസിപ്പിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കും. ഉണ്ടാക്കി നോക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ കൂട്ടുകാരെ. അതിന് ശേഷം നല്ല രീതിയിൽ തിളച്ച് മറിയുന്നുണ്ട്. കുറുകിയ ചാറോടുകൂടി തന്നെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിലേക്ക് ആവശ്യമായ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒരുക്കാം. അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പത്തേക്കൊരു ചീഞ്ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ മാത്രമേ കാച്ചാൻ പാടുള്ളൂ. എന്നാലാണ് വളരെ ടേസ്റ്റിയും വളരെ രുചികരവുമാവുള്ളൂ കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കൊച്ചുള്ളി ഇട്ട് കൊടുത്തു. കൊച്ചുള്ളി നല്ലപോലെ കുഞ്ഞു അരിഞ്ഞതായിരുന്നു. അതിലേക്ക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടിപൊളി. എൻ്റെ പൊന്നു, ഇത്രയും രുചികരമായ മീൻകറി നിങ്ങൾ കഴിച്ച് കാണില്ല. എൻ്റെ പൊന്നി, ഒരു രക്ഷയില്ല. അടിപൊളി നെയ്മീൻ കറി, തനി നാടൻ സ്റ്റൈൽ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത്രയും രുചികരമായ മീൻകറി നിങ്ങൾ ഇതുവരെ കഴിച്ച് കാണില്ല. തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.